ഹായ്, ആദ്യ സമയങ്ങളിൽ മലയാള സിനിമയുടെ വലിയ വിജയം നമ്മൾ കണ്ടിരുന്നത് ആ സിനിമകൾ എത്രത്തോളം ഓടി എന്ന് നോക്കിയാണ്. അതായത് എത്ര ദിവസം സിനിമ തിയേറ്ററുകളിൽ ഓടി എന്ന് നോക്കിയാണ് വലിയ വിജയമാണോ അല്ലയോ എന്ന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കളക്ഷൻ നോക്കിയാണ് സിനിമകളുടെ വിജയം തീരുമാനിക്കുന്നത്. മലയാള സിനിമയ്ക്ക് 100 കോടി വരുന്നത് 2015 ശേഷമാണ്. 2020 മുൻപ് രണ്ട് മലയാള സിനിമകൾക്ക് മാത്രമാണ് 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കാനായത്. ആ രണ്ട് സിനിമകളും മോഹൻലാലിന്റെ പേരിലാണ്. 2020 ശേഷം 2018 എന്ന സിനിമ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കി. പിന്നീട് 2024 ഈ ഒരു നേട്ടം മലയാള സിനിമയ്ക്ക് കൂടുതലായും വരുന്നത്. 2024 ഒരു പിടി ചിത്രങ്ങൾ 100 കോടി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം, ആവേശം, ARM, മാർക്കോ, അങ്ങനെ ഒരു പിടി ചിത്രങ്ങൾ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കി. അതിൽ തന്നെ മഞ്ഞുമൽ ബോയ്സ് 200 കോടിയും മറികടന്നു. 2025 വലിയ മാറ്റമാണ് സംഭവിച്ചത്. അവിടെ 100 കോടി ചിത്രങ്ങളല്ല, 200 കോടി ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അതായത് തുടരും, എമ്പുരാൻ, ലോക, ഈ 3 സിനിമകളും 200 കോടി എന്ന നേട്ടം സ്വന്തമാക്കി. ഇതിൽ തന്നെ എമ്പുരാൻ 250 കോടി മറികടന്നു. ലോക 300 കോടിയും നേടിയെടുത്തു. അതുപോലെ സർവമായ എന്ന സിനിമ 2025 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കി. ഇപ്പോൾ 2026 ഇവിടെയും മാറ്റമില്ല. ആട് 3 100 കോടി നേടിയപ്പോൾ വാഴ 2 200 കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടു. ഇപ്പോൾ ദൃശ്യം 3 സിനിമ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. സിനിമയും 200 കോടിക്ക് മുകളിൽ നേടിയെടുത്തു. 2025 കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടാം എന്ന് തുടരും എന്ന സിനിമയിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നു. ലോകയും അതേ പാതയിൽ തന്നെയാണ് വന്നത്. ലോകയും കേരളത്തിൽ നിന്ന് മാത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു. 2026 ഇപ്പോൾ വാഴ 2 ആ നേട്ടം വീണ്ടും സ്വന്തമാക്കി. ഇനി 2026 100 കോടി സാധ്യതയുള്ള സിനിമകളുണ്ടോ? തീർച്ചയായും അതിന് സാധ്യതയുള്ള കുറച്ച് സിനിമകൾ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. 2026 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സിനിമകൾ അതേതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന് കത്തനാർ, ജയസൂര്യയുടെ കത്തനാർ. വലിയ ബഡ്ജറ്റിൽ വരുന്ന ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്തു കഴിഞ്ഞാൽ 100 കോടിയും 200 കോടിയും മറികടക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അതിന്റെ സബ്ജക്റ്റ് അങ്ങനെയാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഈ സിനിമയിൽ വലിയ പ്രതീക്ഷയുമുണ്ട്. മറ്റൊരു ചിത്രം ഖലീഫ എന്ന പൃഥ്വിരാജ് സിനിമയാണ്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് എങ്കിൽ 100 കോടിക്ക് മുകളിൽ നിസ്സാരമായി സിനിമ നേടിയെടുക്കും. ഓഗസ്റ്റ് 20 സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ ക്ലിക്കായാൽ വലിയ കളക്ഷനിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു സിനിമ ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം. യുവാക്കൾ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമയെ കാത്തിരിക്കുന്നത്. പോസിറ്റീവ് റെസ്പോൺസ് ആണ് എങ്കിൽ തീർച്ചയായും 100 കോടിക്ക് മുകളിൽ നിസ്സാരമായി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഐ ആം ഗെയിം. ഇവിടെ ഐ ആം ഗെയിമിനും ഖലീഫയ്ക്കും ഒരു പ്രശ്നമുള്ളത്, രണ്ട് സിനിമകളും ഒരുമിച്ചാണ് റിലീസ് ആവുന്നത് എന്നുള്ളതാണ്. അത് ഈ രണ്ട് സിനിമകളുടെയും കളക്ഷനെ ബാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം രണ്ട് സിനിമകളും ഒരുമിച്ച് വരുന്നു, രണ്ട് സിനിമകൾക്കും പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത് എങ്കിൽ അത് ഈ രണ്ട് സിനിമകളുടെയും കളക്ഷനെ ബാധിക്കും. പക്ഷേ ഈ രണ്ട് സിനിമകൾക്ക് 100 കോടിക്ക് മുകളിൽ നിസ്സാരമായി നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ വലിയൊരു വിജയത്തിലേക്ക്, അതായത് 200 കോടി 300 കോടി ആ ഒരു നേട്ടത്തിലേക്ക് പോകാൻ സാധ്യത കുറവാണ്, ഒരുമിച്ച് റിലീസ് ആവുന്നത് കൊണ്ട് തന്നെ. മറ്റൊരു സിനിമ ലാലേട്ടന്റെ അതിമനോഹരം എന്ന സിനിമയാണ്. തീർച്ചയായും മോഹൻലാൽ എന്ന നടന്റെ ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് പോകും എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് അതിമനോഹരം എന്ന സിനിമ. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം തരുൺമൂർത്തി മോഹൻലാൽ ടീമിന്റെ ഇങ്ങനെയൊരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പ്രേക്ഷകർ ഉറപ്പിച്ച കാര്യമാണ്, സിനിമ മികച്ചതായി കഴിഞ്ഞാൽ വേറെ ലെവൽ കളക്ഷനിലേക്ക് പോകും എന്നുള്ളത്. മോഹൻലാൽ ഒരു പോലീസ് വേഷത്തിലാണ് ഈ സിനിമയിൽ വരുന്നത്. തരുൺമൂർത്തി നിരന്തരം പറയുന്നുണ്ട് ഇതൊരു സാധാരണ സിനിമയാണ്, ഒരു ആക്ഷൻ സിനിമയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണ് സിനിമയെക്കുറിച്ചുള്ളത്. തുടരും എന്ന സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തരുൺമൂർത്തി പറഞ്ഞത് ഇതൊരു ഫാമിലി പടമാണ്, ഫാമിലി ഡ്രാമയാണ് എന്നൊക്കെയാണ് തരുൺമൂർത്തി പറഞ്ഞത്. പക്ഷെ പടം കണ്ട ഓരോരുത്തരും ഞെട്ടിത്തരിക്കുകയാണ് ഉണ്ടായത്. ഇവിടെയും തരുൺമൂർത്തി അത്തരം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ പടത്തിൽ എന്തെല്ലാമോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ ഇപ്പോഴേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ സിനിമയ്ക്ക് നെഗറ്റീവ് ആവോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ സിനിമ മികച്ച സിനിമയാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അങ്ങനെ വന്നാൽ സിനിമ വേറെ ലെവൽ തരംഗമാവും എന്നുള്ളത് തന്നെയാണ്. സിനിമയ്ക്ക് ഒരു ആവറേജ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും 100 കോടി എന്ന നേട്ടം നിസ്സാരമായി സ്വന്തമാക്കും. അപ്പോൾ ഇത്രയും സിനിമകൾ 2026 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കും എന്നുള്ളത് തന്നെയാണ്. ഇനിയും ഒരുപക്ഷെ 100 കോടി നേടാൻ പോകുന്ന സിനിമകൾ ഉണ്ടാവാം. എന്തായാലും ഈ സിനിമകൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. മലയാള സിനിമ വളരുകയാണ്, വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലൊക്കെ വലിയ കളക്ഷൻ സിനിമ നേടിയെടുക്കുന്നു.
അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ തമിഴ് സിനിമകളെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ള കളക്ഷൻ മലയാള സിനിമകൾ സ്വന്തമാക്കുന്നുണ്ട്. കാത്തിരിക്കാം 2026 ഏറ്റവും വലിയ പണം വാരിപ്പടങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാനായിട്ട്. ഇതുവരെ വാഴാട്ടുവാണ് വേൾഡ് വൈഡ് കളക്ഷനിൽ മുന്നിലുള്ളത് എങ്കിലും ദൃശ്യം 3 ആ കളക്ഷൻ മറികടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ ദൃശ്യം 3യെ വേൾഡ് വൈഡ് കളക്ഷനിൽ മറികടക്കാൻ പോകുന്ന സിനിമകൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിക്കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.